നമസ്കാരം. ഇന്ന് ദാമോദര മാസം ആരംഭമാണ്. ഒക്ടോബർ 7-ാം തീയതി മുതൽ നവംബർ 5-ാം തീയതി വരെയാണ് ദാമോദര മാസം. ഇന്നലെ പൗർണമിയായിരുന്നു. ശരത്കാല പൗർണമി എന്നാ പറയാ. അമൃതാണ് ചന്ദ്രൻ വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുത്ത വെളുത്തവാവ് വരെ അതാണ് കണക്ക്. അപ്പൊ ഈ ഒരു മാസത്തെ നമ്മൾ ദാമോദര മാസം എന്നാണ് പറയാറ്. ദാമോദര ഭാവത്തിലാണ് ഭഗവാനെ നമ്മൾ ആരാധിക്കുന്നത്. ദാമോദരൻ എന്ന് പറഞ്ഞാല് ദാമം കൊണ്ട് ഉദരത്തിൽ കെട്ടിട്ടവൻ, അതാണ് അർത്ഥം. ആരാ കെട്ടിയിട്ടെ? യശോദാമ്മ. ഭഗവാൻ കുറുമ്പ് കാണിച്ചപ്പോൾ യശോദാമ്മ കയറുകൊണ്ട് ഭഗവാനെ ഉരലിൽ കെട്ടിയിട്ട ആ ഒരു മാസമാണ് ദാമോദര മാസം കേട്ടോ. അതാണ് ഇത്ര പ്രത്യേകത. വേറെ അനേകം പ്രത്യേകതകൾ ഈ ഒരു മാസത്തിനുണ്ട്. നളകൂപര മണിഗ്രീവന്മാർക്ക് ഭഗവാൻ ദാമോദരനായിട്ട് ശാപമോക്ഷം കൊടുത്ത ഒരു മാസമാണ്. അതേപോലെ തന്നെ ഭഗവാൻ മത്സ്യാവതാരം എടുത്തതും കൂർമാവതാരം എടുത്തതും പാലാഴി മദനം കഴിഞ്ഞിട്ട് അമൃതുമായിട്ട് ധന്വന്തരി മൂർത്തിയായിട്ട് അവതരിച്ചതും എല്ലാം ഈ ഒരു മാസമാണ്. അതേപോലെ ദീപാവലി വരുന്നത് ഈ ഒരു മാസത്തിലാണ്. ശ്രീരാമൻ രാവണനെ വധിച്ചതിൻ്റെ ആ ഒരു വിജയാഘോഷമാണ് ദീപാവലി എന്ന് എല്ലാവർക്കും അറിയാലേ. അപ്പോൾ ദീപാവലി നമ്മൾ ആഘോഷിക്കുന്നത് ഈ ഒരു മാസത്തിലാണ്. അതുകൂടാതെ തന്നെ ഗോവർദ്ധന പർവ്വതത്തെ 7 പകലുകളും 7 രാത്രിയും ഉയർത്തിപ്പിടിച്ച് നിന്നത് ഈ ഒരു മാസത്തിലാണ്. ഭഗവാൻ ആദ്യമായിട്ട് ഗോക്കളെ മേയ്ക്കാനായിട്ട് പോയതും ഈ ഒരു മാസത്തിലാണ് അത്രേ. രാധാറാണിക്കും പ്രിയപ്പെട്ട ഒരു മാസമാണ്. അങ്ങനെ അനേകം പ്രത്യേകതകൾ ഈ ഒരു ദാമോദര മാസത്തിനുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ഒരു മാസം ഏറെ ഇഷ്ടം. അപ്പോൾ ഭഗവാനോട് നമുക്ക് കൂടുതൽ അടുക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് സാധിക്കുക? എന്ത് നമ്മൾ ഭഗവാന് പ്രിയപ്പെട്ടത് ചെയ്താലും അതിനെല്ലാം 10 മടങ്ങ് ഫലം ലഭിക്കുന്ന പറയുന്നത്. അതിരാവിലെ തന്നെ സൂര്യോദയത്തിന് മുൻപായിട്ട് എണീറ്റ് കുളിക്കുക. അങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ പുണ്യനദികളിൽ സ്നാനം ചെയ്ത ഒരു ഫലമാണ് ലഭിക്കുക. അതേപോലെ തന്നെ ദാമോദരാഷ്ടകം ചൊല്ലിയിട്ട് ഭഗവാനെ ആരതി ഒഴിഞ്ഞുകൊണ്ട് നമുക്ക് ആരാധിക്കാം. തുളസി പൂജ ചെയ്യാം. ഭഗവത്ഗീത പാരായണം ചെയ്യാം. ഭഗവാനെക്കുറിച്ച് എന്തെല്ലാം നമുക്ക് വായിക്കാനായിട്ടും പ്രവർത്തിക്കാനായിട്ടും സാധിക്കുമോ അതെല്ലാം നമുക്ക് ചെയ്യാം. ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാസം 18 പുരാണങ്ങളും വായിച്ച ആ ഒരു ഫലമാണ് ഇത്ര ലഭിക്കുക. അപ്പോൾ എന്തെല്ലാം നമുക്ക് ഭഗവാന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നോ അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ 10 മടങ്ങ് ഫലം ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ്. അപ്പം അത്രയേറെ പ്രത്യേകതകളാണ് ഈ ഒരു ദാമോദര മാസത്തിനുള്ളത്. അപ്പോൾ ഭഗവാനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് ഈ ഒരു ദാമോദര മാസത്തിലൂടെ സാധിക്കട്ടെ. അതിനെല്ലാം ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.